കേരള ഹിന്ദി അക്കാദമി യൂട്യൂബ് ചാനലിലേക്ക് 9ാം ക്ലാസ്സുകാർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 9ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ അധ്യായമായ ടി.വി. എന്ന പട്കഥയ്ക്കായാണ് നാം ഇന്നിവിടെ ഒരുമിക്കുന്നത്. ടിവിയുടേതായ ഒരു ചരിത്രമുണ്ട്. ടിവിയുടെ ചരിത്രം രാജ്യങ്ങൾക്കുള്ളതുപോലെ തന്നെയാണ് ടിവിയുടെയും ചരിത്രം. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തുടങ്ങി കളർ ടിവിയിലെത്തി, LED-യിലും LCD, LED, പ്ലാസ്മ, 4K, 8K, ഇങ്ങനെ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ വളരെയധികം മേന്മയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടി.വി. ഒരു കാലത്ത് വിഡ്ഢിപ്പെട്ടി എന്ന് വരെ ടി.വിയെ വിളിച്ചിരുന്നു. മാതാപിതാക്കൾക്കൊക്കെ അറിയാം. വീടിന് മുകളിൽ വെച്ചിരിക്കുന്ന ആൻറ്റിന തിരിക്കുവാനായും അതിൽ നിന്ന് ഉള്ള സിഗ്നലുകൾ ലഭിക്കുവാനായും ഒക്കെ കാത്തിരിക്കുന്ന, ക്ഷമയോടെ കാത്തിരുന്ന ഒരു കാലത്ത് നിന്ന് ഇപ്പോൾ നെറ്റ് കണക്ട് ചെയ്യാവുന്ന, ആൻഡ്രോയിഡിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന ടി.വി. നമ്മുടെ ഫോണിലെ എല്ലാ കാര്യങ്ങളും ടി.വിയിലേക്ക് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ കാസ്റ്റ് ചെയ്യാം, മിറകാസ്റ്റ് എന്നിങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്ന അങ്ങനെയുള്ള ഒരു ആധുനിക ലോകത്ത് ജീവിച്ചിരിക്കുന്ന കുട്ടികൾക്ക് പഴയ കാലത്ത് ടി.വി. കാണുവാനായി കൊതിച്ചിരുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ഒരു അല്പം അത്ഭുതം തോന്നിയേക്കാം. ടി.വിയുടെ കഥ ഇവിടെ ഒരു തിരക്കഥയായിട്ട് ഹിന്ദിയിലെ പ്രശസ്തനായ എഴുത്തുകാരൻ, കഥാകൃത്ത്, അതോടൊപ്പം തന്നെ ഒരു നല്ല കവി കൂടിയായ, അഭിനേതാവായ, അതായത് ഒരു ഓൾറൗണ്ട് പ്രകടനം ബോളിവുഡിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന വരുൺ ഗ്രോവർ എഴുതിയിരിക്കുന്നു. അത് തിരക്കഥയാണ്, ടി.വി. എന്ന തിരക്കഥ. കഥയിലേക്ക് കയറുന്നതിന് മുൻപായി ഒരു നിമിഷം പ്രത്യേകം ശ്രദ്ധിക്കുക. കേരള ഹിന്ദി അക്കാദമി എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം കമൻറ്റ് ബോക്സിലെത്തി കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ടി.വിയിലേക്ക് കിടക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ആൻറ്റിനയൊക്കെ ഉള്ള ഒരു വീടിൻ്റെ ചിത്രമൊക്കെ കാണാനായിട്ട്, വീടുകളുടെ അടയാളമായി ആൻറ്റിനയെ കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഈ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് ഒരുപക്ഷെ ആരാണ്? ആന്റിനയാണ്. ഒരേ സമയം നായകനും അതേസമയം വില്ലനുമായിട്ട് കടന്നു വരുന്നയാള് എൻ്റെ അഭിപ്രായത്തിൽ ടി.വിയുടെ ഈ ആന്റിനയാണ്. എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. 3 കുട്ടികളാണ് പ്രധാനമായിട്ടും കഥാപാത്രങ്ങളായി കടന്നു വരുന്നത്. ഗോപു, ചുന്നി, ലല്ലു. അതോടൊപ്പം തന്നെ മനോഹർ ചാച്ച എന്ന കഥാപാത്രമുണ്ട്. ഈ ഗോപുവിൻ്റെ ഒക്കെ അച്ഛൻ, അങ്ങനെയുള്ള കഥാപാത്രങ്ങളുമൊക്കെ കടന്നു വരുന്നുണ്ട്. അവരെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നു. മനോഹർ ചാച്ച ഡയലോഗ്സ് ഒക്കെ ഉള്ള ഒരു കഥാപാത്രമായിട്ട് കടന്നു വരുന്നു. പട്കഥ എന്നുള്ളത് നിങ്ങൾക്കറിയാം. നാടകം കണ്ട് ശീലിച്ചവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ നാടകം 8ാം ക്ലാസ്സിൽ നിന്നൊക്കെ പട്കഥയൊക്കെ കുറച്ചൊക്കെ 1-2 എഴുതി നിങ്ങൾ ശീലിച്ചവരായിരിക്കാം. 9ൽ ഇതാ ഒരു പട്കഥ, തിരക്കഥ എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. 10ലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒട്ടനവധി തിരക്കഥകൾ നിങ്ങൾ തയ്യാറാക്കേണ്ടതായിട്ടും വരും. എന്താണ് തിരക്കഥ എന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടക്കാം. തിരക്കഥ എന്നാൽ കഥയായിട്ട് എഴുതി കൊടുക്കുന്ന ആ ഒന്നിനെ സിനിമയുടെ എല്ലാവിധ ഭാവങ്ങളും ഉൾക്കൊണ്ട് കഥാപാത്രങ്ങളുടെ എല്ലാ രസമുഖത്ത് വരേണ്ട ഭാവങ്ങൾ ഉൾപ്പെടെ, അവരുടെ വേഷങ്ങൾ ഉൾപ്പെടെ, വരുന്ന സീനുകൾ ഉൾപ്പെടെ അതിൻ്റെ ഭാഗങ്ങളെല്ലാം കാണിച്ച് വിശദമായിട്ട് ഷൂട്ട് ചെയ്യത്തക്ക രീതിയിൽ സീൻ ബൈ സീനായിട്ട് എഴുതി വയ്ക്കുന്ന ഒന്നാണ് തിരക്കഥ. തിരക്കഥയില്ലെങ്കിൽ സിനിമയില്ല. കഥ എത്രയും നല്ലതായിക്കോട്ടെ, തിരക്കഥ പൊളിഞ്ഞെങ്കിൽ സിനിമ അമ്പയെ പരാജയപ്പെട്ടു. പല നല്ല കഥകളുള്ള സിനിമകളും പൊളിയാൻ കാരണം എന്താണ്? ഫ്ലോപ്പായി പോകുന്നതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ തിരക്കഥ മോശമാണ്. ഇവിടെ നോക്കുക, ഇത് എങ്ങനെയാണ് ഒരു തിരക്കഥ എഴുതേണ്ടത് എന്ന് ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, കഥയുടെ പേര് മുകളിൽ കൊടുത്തു. എന്താണ്? ടി.വി. എന്ന് കൊടുത്തിരിക്കുന്നു. ഇസ് കഹാനി കാ നാം ടി.വി. रचयिता का नाम वरुण ग्रोवर. इसके नीचे, टीवी के नीचे, नाम के नीचे क्या देख रहे हैं? वहां सीन 1 और पहला दृश्य, ഒന്നാമത്തെ സീനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ സീനിൽ എന്താണ് ഉള്ളതെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. നോക്കൂ. ഗോപു കെ ഘർ കെ ബാഹർ കി കച്ചി സടക്ക്. ഗോപുവിന്റെ വീടിന്റെ പുറത്തുള്ള കച്ചി സടക്ക്, സടക്ക് വഴിയാണെന്ന് നിങ്ങൾക്കറിയാം. 2 തരം സടക്കുണ്ട്. കച്ച സടക്കുണ്ട്, പക്ക സടക്കുണ്ട്. കച്ച എന്ന് പറഞ്ഞാൽ വെറും മൺ വഴി അല്ലെങ്കിൽ
ടാറിടാത്ത വഴികൾ. പക്ക സടക്ക് എന്ന് പറഞ്ഞാൽ നല്ല വഴികൾ. ടാറിട്ട റോഡിനെയൊക്കെ പക്ക സടക്ക് എന്ന് പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു നാട്ടുവഴി. ദോപഹർക്ക് ദോ ബജേഹെ, ഉച്ച കഴിഞ്ഞ് 2 മണിയായിരിക്കുന്നു. ഇതാണ് കഥ നടക്കുന്ന സമയം. ഇനി ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുകയാണ് ആ പ്രദേശത്തെക്കുറിച്ചുള്ള വിവരണം. പഹാഡി ഇലാക്കയാണ്. പഹാഡി ഇലാക്ക, പർവ്വത പ്രദേശം. ദൂർ ദൂർ തക്ക് ഫൈലെ പഹാഡ് ദിഖ് രഹേ ഹേ, അകലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന, ദൂർ ദൂർ തക്ക് ഫൈലെ, അകലങ്ങളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന പഹാഡ് ദിഖ് രഹേ ഹേ, പർവ്വതങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. കരീബൻ 8-10 സാൽ കി ഉമ്ർ കെ 3 ബച്ചേ, ഏകദേശം 8-10 വയസ്സ് വരുന്ന, 8-10 വയസ്സ് പ്രായം വരുന്ന, ഉമ്ര സാല് വർഷം, വയസ്സ്, ഉമ്രു അത് തന്നെയാണ്, വയസ്സ് പ്രായം വരുന്ന, വയസ്സ് വരുന്ന 3 ബച്ചേ 3 കുട്ടികൾ. ഉസ്കെ നാം ക്യാ ഹേ? ഗോപു, ചുന്നി ഓർ ലല്ലു. ഗോപു എന്നും ചുന്നി എന്നും ലല്ലു എന്നുമാണ്. അവരെന്ത് ചെയ്യുന്നു? കച്ചേ രാസ്തേ പർ ഖടേ രഹേ, അവര് ആ നാട്ടുവഴിയില് നിൽക്കുകയാണ്. ഖടേ ഹേ. ഗോപു ദേഖ്നെ സേ ഹി ബാക്കി 2 നവംബർ ഹാവി ലഗ്താ ഹേ, കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്നു ഗോപു മറ്റു 2 പേരെക്കാൾ അല്പം മുതിർന്നവനാണ്. അതുകൊണ്ട് അവരെ നയിക്കുന്നത്, അവരുടെ മേൽ സ്വാധീനമുള്ള, പ്രഭാവം ചെലുത്തുന്നയാൾ എന്നൊക്കെ പറയാം. അവൻ ആരാണ്? ഗോപുവാണ്. ഗോപുവാണ് അവരെ നയിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു വയ്ക്കാം. വഹി സെമീൻ പർ ചുഗാഹെ, അതിനുശേഷം അവൻ എന്താ ചെയ്യുന്നേ? അവൻ സെമീൻ പർ ചുഗാഹെ. എന്താണ് സെമീൻ? മണ്ണ്, ഭൂമി, മണ്ണിലേക്ക് അവൻ കുനിയുന്നു. ചുഗന, കുനിയുക, കുനിയുന്നു. ഓർ കുച്ച് ഉഠാനേക്ക് കോഷിഷ് കർ രഹാ ഹൈ, എന്തോ ഒന്നിനെ പിടിച്ച് എടുക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ്. എടുത്തു. ഉസ്കെ ഹാത്ത് മേ മകോട ഹേ, അവന്റെ കയ്യിൽ ഒരു മകോട ഉണ്ട്. മകോട ഒരു കീടം, എന്തോ ഒരു മണ്ണിലുള്ള ഒരു ജീവിയാണെന്ന് കരുതുക. ഗോപു ചുന്നിക്കോ മകോട പകടാത്തേ ഹുവേ, ചുന്നിയെ, ഈ കീടത്തിനെ പകടാത്തേ ഹുവേ, പിടിപ്പിച്ചുകൊണ്ട് അവളുടെ കയ്യിലേക്ക് ബലമായിട്ട് അത് വെച്ച് കൊടുത്തുകൊണ്ട്, യേലോ യേ ലേ തേരാ പ്യാര മകോട, ഇത് പിടിച്ച് നിന്റെ പ്രിയപ്പെട്ട കീടം. അബ് ഖാ ഇസ്കി കസം, ഇനി നീ ഇതിനെ വച്ച് എന്ത് ചെയ്യണം? പ്രതിജ്ഞ ചെയ്യണം, വാക്ക് തരണം. നമ്മളൊക്കെ വാക്ക് തരാൻ നേരത്ത് തലയിലൊക്കെ കൈ വെച്ചിട്ടൊക്കെ വാക്ക് കൊടുക്കുന്ന രീതിയൊക്കെ പല പ്രദേശങ്ങളിലുണ്ട്. അല്ലെ കയ്യിൽ ഇങ്ങനെ അടിച്ചു വാക്ക് കൊടുക്കും. ഇതൊക്കെയുണ്ട്. ഇവിടെ ഈ കീടത്തെ പിടിച്ചാണ് ഈ കുട്ടികൾ വാക്ക് കൊടുക്കുന്നത്. ചുന്നി മുസ്കുരാക്കർ മകോട പകർത്തെ ഹുവേ, അവൾക്ക് ഒരു ചെറു പുഞ്ചിരിയാണ് ഉള്ളത്. അവള് നമുക്ക് ഞാനത് ചെയ്യാട എന്നുള്ള രീതിയിലുള്ള മനസ്സിൽ പറഞ്ഞുകൊണ്ട്, നമ്മൾ പറ്റിക്കാനുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ട് അവൾ ആ കീടത്തെ പിടിച്ചുകൊണ്ട് അവൾ പറയുകയാണ്, കൈസേ ഖാനി ഹേ, എങ്ങനെയാ പ്രതിജ്ഞ ചെയ്യണ്ടേ? എന്ത് പ്രതിജ്ഞ എങ്ങനെയാ എടുക്കണ്ടേ? ഗോപു അരേ ജൈസേ മാസ്റ്റർ ജി ബുൽവാത്തെ ഹേ ബോൾ മേ കസം ഖാത്തി ഹും. എടി, നമ്മുടെ സാറ് നിന്നെ വിളിച്ച്, സാറ് നമ്മളൊക്കെ പ്രതിജ്ഞ ചൊല്ലിത്തരികയല്ലേ എന്ന് പറയുന്ന പോലെ, ബോൽ മേ കസം ഖാത്തി ഹും, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. കൈയൊക്കെ ഇങ്ങനെ നീട്ടി വെച്ചായിരിക്കും ചെയ്യേണ്ടത്. മേ ഖസം ഖാത്തിഹും, ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു, ഞാൻ വാക്ക് നൽകുന്നു. ചുന്നി അത് കേട്ട് അതേപടി പറയുക, മേൻ ഖസം ഖാത്തിഹും, ഞാൻ വാക്ക് നൽകുന്നു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഗോപു കി ഹം ചുപ് കേസെ ദൂസരെ ഗാവ് ജായേങ്കെ, നമ്മൾ ചുപ് കേസെ, ആരും അറിയാതെ, ദൂസരെ ഗാവ് ജായേങ്കെ, അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. ചുന്നി കി ഹം ചുപ് കേസെ ദൂസരെ ഗാവ് ജായേങ്കെ, നമ്മൾ ആരും അറിയാതെ അടുത്ത ഗ്രാമത്തിലേക്ക് പോകും. ഗോപു ഓർ ചുപ്കെ സെ ടിവി ദേഖ്കർ ആയേങ്കെ, ആരും അറിയാതെ ടിവി കണ്ടിട്ട് തിരിച്ചു വരും. ചുന്നി ഹസി രോക്തേ ഹുവേ, ചിരി അടക്കിക്കൊണ്ട്, ചൊടിയൊക്കെ ഇങ്ങനെ അടച്ചു പിടിച്ച് നമുക്ക് ചിരിയൊക്കെ വരുമ്പോൾ നമ്മൾ അത് അടക്കാൻ ശ്രമിക്കല്. ആ രീതിയിൽ ചിരി അടക്കിക്കൊണ്ട് അവൾ പറയുക, എന്താ? ഓർ ചുപ്കെ സെ ടിവി ദേഖ്കർ ആയേങ്കെ, എന്താ ഞാന് നമ്മള് ആരും അറിയാതെ തന്നെ ടിവി കണ്ട് തിരിച്ചു വരും. ഗോപു और यह बात किसी को नहीं बताएंगे, माँ को भी नहीं, ഇക്കാര്യം കിസി കോ നഹി ബതായെങ്കിൽ, ആരോടും പറയില്ല. മാ കോ ഭീ നഹി, അമ്മയോട് പോലും. ഉടനെ ഇതുവരെ മിണ്ടാതിരുന്നയാള് ലല്ലുവാണ്. ലല്ലു ഇടയ്ക്ക് കയറിയിട്ട് പറയുക, എന്താ പറയുന്നേ? ബീച്ച് മെയിൻ റോക്ക്, അതിനിടയ്ക്ക് കയറിയിട്ട് അവൻ പറയുക, മാക്കോ കൈസെ ബതായെങ്കിൽ, അമ്മയോട് എങ്ങനെ പറയാനാ? അല്ലെങ്കിൽ അമ്മ എങ്ങനെ അറിയും? അമ്മയോട് പറയുന്നത് എങ്ങനെ? മാത്തോ സോ രഹി ഹേ, അമ്മ ഉറങ്ങയല്ലേ.
പിന്നെ എങ്ങനെ അമ്മയോട് പറയാനാടാ മണ്ട എന്നുള്ള രീതിയിലാണ് ലല്ലുവിന്റെ ചോദ്യം. കൂടുതൽ കുഞ്ഞാണെന്ന് തോന്നുന്നു ലല്ലുവെ. നോക്കിക്കോളൂ. ഗോപു ഹാ മാത്തോ സോറി. അതെ അതെ അതെ, അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കുക. മഗോഡ രഖുദേ. ശരി ശരി, ഇനി അതിനെ അങ്ങ് വിട്ടേക്ക്. മഗോഡ രഖുദേ. കീടത്തിനെ വിട്ടേക്കൂ. ചുന്നി മഗോഡ രഖുദെത്തി ഹെ. ചുന്നി അതിനെ താഴോട്ടിട്ടു. ഹാത്ത് ചാർത്തി ഹെ. കൈ എന്ത് ചെയ്യുന്നു? കൊച്ചുകുട്ടികൾ കാണിക്കുന്ന പോലെ. അവരുടെ എവിടെയാ കൊച്ചുകുട്ടികളൊക്കെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയ തൂത്ത് കളയുന്നേ? അവരുടെ ഉടുപ്പിലൊക്കെ ഒന്ന് തൂത്ത്, കൈയൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കി വെച്ചു. ഗോപു ആകെ ബെഡ്ത്തെ ഹെ. ഗോപു മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. തോ ഫിർ ചലോ. ശരി, എന്നാൽ നമുക്ക് പോയേക്കാം. ഗോപുവാണ് നേതാവ്. തീനോ ബച്ചെ കച്ചി സടക്ക് പർ ആകെ ബജ്ജാത്തെ ഹെ. 3 കുട്ടികളും ഈ നാട്ടുവഴിയിലൂടെ മുന്നോട്ടേക്ക് പോകുന്നു, നടന്നു പോകുന്നു. 1ാമത്തെ സീൻ അവിടെ അവസാനിക്കുകയാണ്. 2ാമത്തെ സീനിലേക്ക് നമ്മൾ പോവുകയാണ്. സീൻ 2. പഹാഡ് കി പഗ്ദണ്ഡി. ആ പർവ്വതത്തിലെ ഒരു നടവഴി. പഗ്ദണ്ഡി നടവഴി. നടവഴി മനുഷ്യൻ നടന്നുണ്ടാകുന്ന ചെറിയൊരു വഴിയേ ഉള്ളൂ, അല്ലാതെ വലിയ ടാർട്ടർ റോഡോ അല്ലാത്ത ചെറിയ റോഡ് പോലുമല്ല, ഒരു നടവഴി മാത്രമേ ഉള്ളൂ. ദോപഹർക്കെ 3 ബജേ ഹെ. ഉച്ച തിരിഞ്ഞ് 3 മണി. കുട്ടികൾ കയറുകയാണ്. ബച്ചെ മേഹനത്ത് സെ പകാടുകി പഗ്ദണ്ഡി ചഡ് രഹേ ഹെ. കുട്ടികൾ മേഹനത്ത് സെ വളരെ അധ്വാനിച്ച് പരിശ്രമിച്ചാണ് പഹാടുകി പഗ്ദണ്ഡി ചഡ് രഹേ ഹെ ആ പർവ്വതത്തിന്റെ നടപ്പാതകൾ നടന്നു കയറിക്കൊണ്ടിരിക്കുന്നത്. സാമനെ വാലെ ഏക് ചോടി പർ ജിസ്സെ ടിവി ആത്താ ഹെ. ഗോപുവിന്റെ അറിവ് അവൻ പങ്കുവയ്ക്കുകയാണ്. ജോ ടവർ ഹെ. ഇതാണ് ആ ടവർ. ജിസ്സെ ടിവി ആത്താ ഹെ. അതിൽ നിന്നാണ് TV വരുന്നത്. ആധികാരികമായ ഒന്നാണ്. TV എന്നാണ് അവൻ ആ സിഗ്നലുകളെ തന്നെ വിശേഷിപ്പിക്കുന്നത്. അവന്റെ അറിവ് അതേ ഉള്ളൂ. ലല്ലു ആത്ത കഹാസെ. ആത്ത ഹോത്താ തോ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ. എവിടെ നിന്ന് വരുന്നു? ആത്ത ഹോത്താ തോ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ. വരുന്നുണ്ടായിരുന്നെങ്കിൽ, അതായത് TVയുടെ സിഗ്നൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നെങ്കിൽ ഹം ദൂസരെ ഗാവ് ക്യോം ജാത്തെ. നമ്മൾ എന്തിനാണ് അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നത്? ഗോപു ചുന്നി യഹ് ലല്ലു ഏകദം ലല്ലു ഹേന. എടി ചുന്നി, ഈ ലല്ലു ഏകദം ലല്ലു ഹേന, ഒരു മണ്ടനാണ് അല്ലേ? ചാച്ചാനെ ബതായ ഥാ നാ കി കിസി ഇസി ടവർ സെ ദൂസരെ ഗാവ് മേം TV ആത്താ ഹെ. ചാച്ച, നമ്മുടെ അങ്കിള് പറഞ്ഞിട്ടില്ലേ, എന്താ? ഇസി ടവർ സെ, ഈ ടവറിൽ നിന്നാണ് ദൂസരി ഗാവ് മേം, അടുത്ത ഗ്രാമത്തില് TV ആത്താ ഹെ, TV വരുന്നത് എന്ന്. ഓർ ക്യോംകി ഹമാരാ ഗാവ് പഹാഡ് കെ ഇസ് തരഫ് ഹെ ഹമാരേ മേം നഹി ആത്താ ഹെ. നമ്മുടെ ഗ്രാമം ആ പർവ്വതത്തിന്റെ, ആ മലയുടെ ഈ വശത്തായതുകൊണ്ടാണ് ഇവിടേക്ക് എന്ത് ചെയ്യാത്തത്? ഇവിടേക്ക് TV സിഗ്നൽ വരാത്തത്. ഇപ്പോഴാണെങ്കിലും നമുക്കറിയാം മൊബൈലിന്റെ സിഗ്നൽ പലയിടത്തും കിട്ടുന്നില്ല. കാരണം എന്താ? അതിന്റെ ടവർ ഇരിക്കുന്ന ടവർ ലൊക്കേഷൻ അനുസരിച്ച് മൊബൈലിന്റെ സിഗ്നലുകൾ വേരി ചെയ്തുകൊണ്ടിരിക്കും, വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും കിട്ടുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ചുന്നി ഹാ മേരാ ബാപ്പു ने तो बक्सा और आंटीना भी खरीद लिया था. എന്റെ അച്ഛന് ബക്സ പെട്ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് TV ആണ്. TVയും ആന്റീന ഭി ഖരീദ് ലിയാ ഥാ, ആന്റീനയും വാങ്ങിച്ചിരുന്നു. ഹംനെ ആന്റീനാക്കോ, ഞങ്ങൾ ആന്റീനായെ, ഹംനെ ആന്റീനാക്കോ സബ് തരഹ് ഘുമായ, ഞങ്ങൾ ആന്റീന എടുത്ത് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ തിരിച്ചു നോക്കി. പർ TV പകടാഹി നഹി, പക്ഷെ ഞങ്ങൾക്ക് TV കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ സിഗ്നൽ ലഭിക്കുന്നില്ല. ഗോപു TV തോ ജാദു ഹേ. TV ഒരു ജാദുവാണ്, ജാദു, മാന്ത്രികം, മാജിക്കാണ്. ഐസെ ദോടെ ഹി പകടേഗ. അതൊന്ന് കാണണം. എന്താ നമ്മളെവിടെ പിടിച്ചിരുത്തുന്ന? TV എന്തൊരു വസ്തുവാണ് TV എന്നറിയാമോ? ഗോപു TV की यादों में खोया हुआ आगे बढ़ता है. ഗോപു TVയെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഇങ്ങനെ മതിമറന്ന് മയങ്ങി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ദോനോ ഉസ്കെ പീछे പീछे ചൽ രഹേ ഹേ. ബാക്കി രണ്ടുപേരും അവന്റെ പിറകെ പിറകെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ സീൻ 3. 3ാമത്തെ ദൃശ്യം നോക്കാം. മനോഹർ ചാച്ച കെ ഘർ കാ കമര.
സുബഹ് കെ 8 ബജെ ഹെ. മനോഹർ ചാച്ചയുടെ വീട്ടിലെ ഒരു കമര മുറി. സുബഹ് കെ 8 ബജെ ഹെ, സമയം പ്രഭാതത്തിൽ 8 മണി രാവിലെ. टीवी पर 26 जनवरी की परेड आ रही है. ടിവിയില് ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ പരേഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഗോപു और उसके बाबा टकटकी लगाए देख रहे हैं. ഗോപുവും അവന്റെ അച്ഛനും ഇങ്ങനെ അടുത്തടുത്ത് വളരെ ആകാംക്ഷയോടെ ഇരുന്ന് ദേഖ് രഹേ ഹെ, കണ്ടുകൊണ്ടിരിക്കുക. മനോഹർ ചാച്ചെ ബഗൽ മേം ബൈഠേ ഹെ. മനോഹർ ചാച്ച അവിടെ ഇട്ടിരിക്കുന്ന ഒരു ചാരു കസേരയിൽ ഇരിപ്പുണ്ട്. ടി വി മേം ഛാങ്കിയാം ചൽ രഹി ഹെ. ടിവിയില് ഛാങ്കിയാം, ടാബ്ലോകൾ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. ടാബ്ലോ റിപ്പബ്ലിക് പരേഡ് നമ്മൾ കാണുന്നതാണ്. ഓർ ഏക് കമന്ററി ഭി, അതോടൊപ്പം തന്നെ ഒരു കമന്ററിയും ഉണ്ട്, വിവരണവുമുണ്ട്. ടി വി സെ ആത്തി കമന്ററി, ഇപ്പൊ നമ്മൾ കേൾക്കുന്ന ടിവിയിൽ നിന്ന് വരുന്ന ഒരു കമന്ററിയാണ്. ഓർ യഹ് ഹെ ഛാങ്കി അസം രാജ്യക്ക്. ഇപ്പോൾ ഈ കാണുന്നത് അസം രാജ്യ എന്നാൽ സ്റ്റേറ്റ് ആണ്. ആസാം സ്റ്റേറ്റിന്റെ ഒരു ടാബ്ലോയാണ്. ആകെ ബിഹു നൃത്യ കർത്തി മഹിളയും. ഇതാ അതിന്റെ ഫ്രണ്ടിലായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട നൃത്ത രൂപമായ ബിഹു നൃത്തം നടത്തിക്കൊണ്ടുവരുന്ന സ്ത്രീകൾ, ഇവരെയൊക്കെ കാണാം. ഗോപു ഉടനെ ചോദിക്കുക, ബാബാ യഹ് ആവാസ് കഹാ സെ ആ രഹി ഹെ. ഈ സ്വരം എവിടെ നിന്നാണ് വരുന്നത്? സ്വരം. ഉടനെ ഉത്തരം കൊടുക്കുന്നത് അച്ഛനറിയാവോ. അച്ഛൻ ആദ്യമായിട്ട് ടി വി കാണുന്നയാളാണ്. ടിവിയുടെ ഓണറായ മനോഹർ ചാച്ച വളരെ അഭിമാനത്തോടെ, വളരെ ആധികാരികമായ രീതിയിൽ പറയുകയാണ്, യഹ് ഭി ടിവി സേ ഹി ആ രഹി ഹെ ഗോപുലാൽ. ഇതും ടിവിയിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗോപു മോനെ. ഗോപു ജാദുഹേന, ഓ മാജിക്കാണ് അല്ലേ, സമ്മതിക്കണം. അടുത്ത സീനിലേക്ക് നമ്മൾ പോകുന്നു. സീൻ 4. പഹാടി സടക്ക് ശാം കെ 4 ബജെ ഹെ. പർവ്വത പ്രദേശത്തുള്ള വഴി, വൈകുന്നേരം 4 മണി. തീനോ ബച്ചെ സടക്ക് കിനാരെ ചൽ രഹേ ഹെ. 3 കുട്ടികളും വഴിയരികിലൂടെ നടന്നു പോവുകയാണ്. ഗോപു അവനിപ്പോഴും ആ ടിവിയുടെ ആ ഭ്രമത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അവൻ അതിനെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ലയിച്ചാണ് നടക്കുന്നത്. ഗോപു ഉടനെ പറയുക, ജാദൂഥ, മാജിക്കാണ്, സച്ച് മച്ച്, തീർച്ചയായും. ചലോ അബ് സടക് പാർ കർണി ഹെ. നമുക്ക് എന്ത് ചെയ്യണം? പോകൂ, നമുക്ക് ആ വഴി അപ്പുറത്തേക്ക് ഒന്ന് കടക്കണം. സടക് പാർ കർണ, എന്തിനെങ്കിലും പാർ കർണ എന്ന ഹിന്ദിയിൽ പറഞ്ഞ മറികടക്കുക, തരണം ചെയ്യുക എന്നൊക്കെയാണ്. ആ വഴി നമുക്ക് അപ്പുറത്തേക്ക് ഒന്ന് ക്രോസ് ചെയ്ത് പോകണം. സടക് പാർ കർണേക്ക് കോശിഷ്, റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള കോശിഷ്, പരിശ്രമം. സാമനെ സെ തേസി സെ എക് ബസ് ആത്തി ഹെ. മുന്നിലൂടെ തേസി സെ സ്പീഡിൽ എക് ബസ് ആത്തി ഹെ, ഒരു ബസ് വരുന്നു. ചുന്നി ദൗഡ് കർ പാർ കർ ലേത്തി ഹെ. ചുന്നി എന്ത് ചെയ്തു? ദൗഡ് കർ, ഓടി അപ്പുറം കടന്നു. ഗോപു ഓർ ലല്ലു ഖടേ രഹി ജാത്തെ ഹെ. ഗോപുവും ലല്ലുവും എന്ത് ചെയ്തു? വഴിയുടെ നടുക്ക് അങ്ങനെ നിന്നുപോയി. ബസ് മേം സോർ സെ ബ്രേക്ക് ലഗ്താ ഹെ. ബസ് വളരെ സഡൻ ബ്രേക്ക് ഇട്ടു. സോർ സെ ബ്രേക്ക് ലഗ്താ ഹെ, സഡൻ ബ്രേക്ക് ഇട്ടു. ഡ്രൈവർ ഗുസേ മേ സിർ ബാഹർ നികാൽത്താ ഹെ. ഡ്രൈവർ അരിശം കൊണ്ട് ദേഷ്യത്തോടെ സിർ ബാഹർ നികാൽത്താ ഹെ, തല പുറത്തേക്കിട്ടു. ഡ്രൈവർ പറയുക, അബ് ദേഖേ ചലേ, അരേ ദേഖേ ചലേ. എന്താ ഇത്, നോക്കി നടക്കറ പിള്ളേരെ. ഗോപു ഓർ ലല്ലു ജൽദി സെ സടക് പാർ കർത്തേ ഹെ. ഗോപുവും ലല്ലുവും ജൽദി സെ, സ്പീഡിൽ സടക് പാർ കർത്തേ ഹെ, റോഡ് അപ്പുറം കടന്നു. ഇനി എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് നോക്കാം. ഉടനെ അപ്പുറം കടക്കുന്നു. ചുന്നി ഉടനെ ചോദിക്കുക, അവളെ എന്ത് ചെയ്തിരുന്നു? അവള് നോക്കിയാ ചിത്രത്തിൽ കാണാം, ചുന്നി അപ്പുറത്തെ സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. അവള് പറയുക, തും ലോഗ് സച്ച്മേ ചോട്ടെ ബച്ചേ ഹോ. നിങ്ങള് വാസ്തവത്തിൽ എന്താ ചോട്ടെ ബച്ചേ ഹോ, കൊച്ചു കുട്ടികളാ അല്ലെ. സടക്ക് പാർ കർണാ ഭി നഹി ആത്ത. ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ പോലും അറിയില്ല. ഗോപു ഛേംതേ ഹുവേ. ഗോപു അരിശപ്പെട്ടുണ്ട്. ജൽദി ചലോ അബ് ദേർ ഹോ രഹി ഹെ. ഇപ്പോ സമയം കുറെ അധികമായി, സമയം താമസിച്ചിരിക്കുന്നു. ദേർ ഹോ രഹേ ഹെ, ലേറ്റായി. നമുക്ക് അവിടെ പോയി ടി വി കണ്ടിട്ട് തിരിച്ചു വരേണ്ടതാണ്. അമ്മ ഉറങ്ങി കേൾക്കുമ്പോഴേക്കും തിരിച്ച് വരേണ്ടതാണ്. 5ാമത്തെ സീനിലേക്ക് നമ്മൾ കിടക്കുന്നു. നോക്കാം. കസ്ബെ കി സബ്ജി മണ്ടി ശാം കെ 5 ബജെ ഹെ. കസ്ബ, ചെറിയ ഗ്രാമം. അടുത്ത വർഷം നിങ്ങൾ ഈ കസ്ബയൊക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ. അവിടെ ഈ കസ്ബയിലെ സബ്ജി മണ്ടി
സബ്ജി പച്ചക്കറി, മണ്ടി ചന്ത, പച്ചക്കറി ചന്ത. ഷാം കെ 5 ബജെ ഹെ, വൈകുന്നേരം 5 മണിയായി. 3 മണിയായപ്പം പുറപ്പെട്ടവരാണ്, 5 മണിയായി. ലല്ലു സബ്ജി മണ്ടിക്ക് ഭീഡ് മേ ധോടാ പീച്ചേ രഹ് ഗയാ ഹെ. ലല്ലു വൈകുന്നേരം ആകുമ്പോൾ പച്ചക്കറി ചന്തയിലൊക്കെ നല്ല തിരക്കാണ്. സബ്ജി മണ്ടിക്ക് ഭീഡ് മേ, ആ പച്ചക്കറി ചന്തയിലെ ഭീഡ് ജനക്കൂട്ടം, അതിനിടയിൽ ധോടാ പീച്ചേ രഹ് ഗയാ ഹെ, കുറച്ച് പുറകിലായി പോയി. ഗോപു ഓർ ചുന്നി ആകെ ചൽ രഹേ ഹെ, ഗോപുവും ചുന്നിയും മുൻപിലായിട്ട് നടന്നു പോവുകയാണ്. ചുന്നി ഡരി ഹുയി ഹെ, നേരെ ഇത്രയും തിരക്ക് കണ്ടപ്പോൾ, ഇത്രയും സന്ധ്യയായല്ലോ, ഇതിലൊക്കെ ചുന്നി എന്ത് ചെയ്തു? ഡരി ഹുയി ഹെ, അവക്ക് ചെറിയൊരു പേടിയായി. ചുന്നി, തുമ്മേ കഹാ ഥാ ജൽദി പഹുഞ്ചേംഗെ, നീ പറഞ്ഞില്ലായിരുന്നോ ജൽദി പഹുഞ്ചേംഗെ, പെട്ടെന്ന് എത്തുമെന്ന്. ഷാം തക്ക് വാപ്പസ് ആയെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരാമെന്ന്. ഗോപുവിന് അരിശം വരുന്നുണ്ടേ. ബസ് ആനെ വാലാ ഹെ മനോഹർ ചാച്ചാ കാ ഘർ. നിർത്ത്, ദേ ആ വരുന്ന, ഉടനെ എത്തുന്നു മനോഹർ ചാച്ചായുടെ, മനോഹരൻ അങ്കിളിന്റെ വീട്. ദേ ഉടനെ എത്തും നമ്മളവിടെ. ചുന്നി ഏക്ക് ലെംബെ ആദ്മി സെ ടക്കര ജാത്തി ഹെ, കൊച്ചുകുട്ടിയാണ്. അവൾ എന്ത് ചെയ്തു? ഏക്ക് ലെംബെ ആദ്മി സെ ടക്കര ജാത്തി ഹെ, ഒരു ഉയരമുള്ള നീളമുള്ള ഒരു ആളുമായിട്ട് എന്ത് ചെയ്തു? ടക്കര ജാത്തി ഹെ, കൂട്ടിമുട്ടി. വഹ ആദ്മി ജൽദി മേ ഹെ, അയാൾ എങ്ങനെയാ? അയാൾ വളരെ സ്പീഡിലായിരുന്നു നടന്നു പോയിക്കൊണ്ടിരുന്നത്. സംഭലത്തെ ഹുവേ ആകെ ബെഡ് ജാത്താ ഹെ, അയാള് ഒന്നും നോക്കാതെ, ഈ കുട്ടിയെ മൈൻഡ് ചെയ്യാതെ അയാൾ എന്ത് ചെയ്തു? ആകെ ബെഡ് ജാത്താ ഹെ, മുന്നോട്ട് പോയി. കുട്ടിക്ക് വേദന എടുത്തു കാണും. ചുന്നി രുവാംസി ഹോക്കർ, ചിണുങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് കരച്ചിൽ വരികയാണ്. കബ്സേ കാഹി രഹേ ഹോ ആനെ വാലാ ഹെ, എത്ര നേരമായി നീ പറയാൻ തുടങ്ങിയിട്ട്? ആനെ വാലാ ഹെ, ഇതാ വരുന്നു, ഇതാ എത്തുന്നു എന്ന്. ഗോപു പീച്ചേ മുട്ട്കർ, ഗോപു തിരിഞ്ഞ് അവളുടെ നേരെ നോക്കിക്കൊണ്ട് പറയുക. എന്താ പറയുന്നേ? അരേ ഏ ലല്ലു കഹാ രഹ് ഗയാ, ഈ ലല്ലു എവിടെ പോയി കിടക്കുന്നു? അരേ തു റോമത്ത്, നീ എന്ത് ചെയ്യണം? റോമത്ത്, നീ ഒരു കാര്യം ചെയ്ത്, നീ കരയാതിരിക്കുക എന്റെ കൊച്ചേ, നീ കരയാതിരിക്കൂ. ടി വി ദേഖനാ ഹേ നാ, ടി വി കാണണ്ടേ? ഉസ്മേം പതാ ഹേ ലോഗ് ബക്സേ കെ അന്തർ ബന്ദ് ഹോത്തേ ഹേ, നിനക്കറിയാമോ അതില് ലോഗ് ബക്സേക്കെ അന്തർ ബന്ദ് ഹോത്തേ ഹേ, ആളുകള് ഈ ബക്സായുടെ, ടിവിയുടെ ഈ പെട്ടിയുടെ അകത്ത് ബന്ദ് ഹോത്തേ ഹേ, അവരവിടെ അകത്ത് അകപ്പെട്ടിരിക്കുകയാണ്. ചോട്ടെ ദിക്തേ ഹേ, എത്ര വലിയ ആളാണേലും ചോട്ടയാണ്, ചെറുതായിട്ടേ കാണാൻ പറ്റൂ. തേരെ മകോടോങ്കി തരഹ്, നിന്റെ കയ്യിൽ ഇരുന്ന ആ കീടങ്ങളുണ്ടല്ലോ അവയെ പോലെ. ലല്ലു ദിക്താഹെ, ഇതൊക്കെ പറഞ്ഞപ്പോഴേക്കും ലല്ലു കാണപ്പെടുന്നുണ്ട്, ലല്ലു വരുന്നുണ്ട്. ലല്ലു ജൽദിയാന, എടാ ലല്ലു പെട്ടെന്ന് വന്നേ, ജൽദിയാന പെട്ടെന്നൊന്ന് വന്നേ. ലല്ലു ദൗത്താ ഹുവ ആതാഹ, ലല്ലു ഓടി വരുന്നു. തീനോ ഹാത്ത് പകടുകർ ചലനെ ലഗ്തേ ഹേ, 3 പേരും കൈ പിടിച്ചുകൊണ്ട് നടന്ന് പോകുന്നു. 6ാമത്തെ ദൃശ്യം, കസ്ബേ കി ഗലി, ആ ചെറിയ ഗ്രാമത്തിലെ ഒരു തെരുവ്. ഷാം കാ സമയം വൈകുന്നേരം. ബച്ചേ ഏക് ഗലി കെ മോഡ് പർ ഹേ, കുട്ടികള് ഒരു തെരുവിന്റെ തിരിവിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നാൽക്കവലയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ജംഗ്ഷനിൽ നിൽക്കുകയാണ്. സാമനെ കച്ചേ പക്കേ മകാനോങ്കി കതാർഹെ, അവരുടെ മുൻപിൽ കാണുന്നത് എന്താണ്? കച്ചേ പക്കേ മകാനോങ്കി കതാർഹെ. നമ്മൾ കച്ചേ പക്കേ സടക്ക് എന്ന് പറഞ്ഞു, മോശമായതും നല്ലതുമായ റോഡുകൾ എന്ന് പറയുന്നത് പോലെ വീടുകളും അതുപോലെയാണ്, കെട്ടിടങ്ങളും അതുപോലെയാണ്. കച്ച വീടുകളുണ്ട്, മോശം വീടുകളുണ്ട്, പക്ക ഉണ്ട്, നല്ല വീടുകളുണ്ട്. അങ്ങനെയുള്ള മകാൻ, കെട്ടിടങ്ങളുടെ ഒരു നീണ്ട നിര കതാറാണ് ഉള്ളത്. ഗോപു ബസ് യഹി ഗലി ഹേ, അതെ ഇതാണ് ആ തെരുവ്. ഇസി മേ ഹേ മനോഹർ ചാച്ച, ഇതിലാണ് മനോഹർ ചാച്ച ഉള്ളത്. ലല്ലു തോ ചലോ, എന്നാ പോയേക്കാം. ഗോപു മക്കാനോങ്കോ ദേഖ്താ ഹുവ, ആ കെട്ടിടങ്ങൾ നോക്കിയിട്ട്, ഹാ ലേക്കിൻ യാദ് കർണേ ദോ കോൻ സാ ഘർ ഹേ, ഞാൻ ഓർത്തെടുക്കട്ടെ ഏതാ വീടെന്ന്. ചുന്നി പർ കൈസേ, ഈ എങ്ങനെയാണ് നീ അത് കണ്ടുപിടിക്കുന്നത്? നീ എങ്ങനെ ഓർത്തിരിക്കും? നീ എങ്ങനെ ആ വീട് കണ്ടുപിടിക്കും? അരേ ഉസ് घर के ऊपर टीवी का डंडा लगा हुआ है, ആ വീടിന്റെ മുകളിൽ ടിവി കാ ഡണ്ട, ടിവിയുടെ ഒരു ദണ്ഡ അല്ലെങ്കിൽ ഒരു കമ്പ്. ദണ്ഡ എന്ന് പറഞ്ഞാൽ ആന്റിനയാണ്, ആന്റിന കുത്തി ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു കമ്പുണ്ട്. ആ കമ്പ് അവിടെ വെച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്താ? ആന്റിന.
തീനോം ധ്യാൻ സെ ഘറോം കോ ദേഖ്തേ ഹെ. മൂന്ന് പേരും വളരെ ശ്രദ്ധയോടെ വീടുകളുടെ എല്ലാം മുകളിലേക്ക് ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ഗോപു കാ ചെഹര ഉതർ ജാത്താ ഹെ. പെട്ടെന്ന് ഗോപുവിന്റെ ചെഹര മുഖം ഉതർ ജാത്താ ഹെ, വാടാൻ തുടങ്ങി. എന്താ കാര്യം ഗോപു തന്നെ പറയാ. പക്ഷേ ഇവിടെ എല്ലായിടത്തും ലല്ലു സബ്കി ഛത്ത് പർ ലഗാ ഹെ. എല്ലാവരുടെയും മേൽക്കൂരയിൽ ഈ ആന്റിന ഉണ്ട്. ചുന്നി TV വാലാ ഡണ്ട, ടിവിയുടെ ആന്റിന. അബ് ക്യാ കരേംഗെ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഗോപു ഇത്രയും നേരവും വളരെ ഉഷാറായിട്ട് നേതാവായിട്ട് നിന്നവനാ. അവന്റെ അവസ്ഥയാണ് ഇനി പറയുന്നത്. ഹിമ്മത്ത് ഹാർത്തെ ഹുവെ. ഹിമ്മത്ത് ധൈര്യം മുഴുവനും ഹാർത്തെ ഹുവെ, ചോർന്നുപോയി. പതാനഹി, അറിയില്ല. മനോഹർ ചാച്ചാനെ ബതായാ ഥാ ഉൻകെ ഘർ ഹി ടിവി ഹെ. മനോഹർ ചാച്ച പറഞ്ഞിരുന്നു ഉൻകെ ഘർ ഹി ടിവി ഹെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ TV ഉണ്ട്. പർ യഹാ തോ സബ്കെ ഘർ ഹെ. പക്ഷേ ഇവിടെ എല്ലാവരുടെയും വീട്ടിൽ ടിവിയാ. ലല്ലു ബഹദ് ഹതാശ, വലിയ നിരാശനായി. അബ് ഹം ക്യൂ വാപ്പസ് ചലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, വാപ്പസ് ചലേ, തിരിച്ചു പോയേക്കാം. ആസ്മാൻ ദേഖ്തേ ഹുവേ, മുകളിലേക്ക് നോക്കി. എന്നിട്ട് പറയാ ആകാശത്തേക്ക്, ആകാശത്തേക്ക് നോക്കി. നഹി അന്ധേര ഹോ രഹാ ഹെ. ഓ പറ്റില്ല, അന്ധേര ഹോ രഹാ ഹെ, ഇരുട്ടായി, അന്ധകാരമായി. ചുന്നി ഹം ഖോ ഗയേ. നമ്മൾ എന്ത് ചെയ്തു? നമ്മളിവിടെ ഇതാ നഷ്ടപ്പെട്ടു. നമ്മളിവിടെ കുടുങ്ങിപ്പോയി. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗോപു കുച്ച് നഹി ബോൽത്ത. ഗോപു ഒന്നും മിണ്ടുന്നില്ല. ബസ് റോനെ ലഗ്താഹെ. ഒന്ന് മാത്രം ചെയ്യുന്നുണ്ട്, റോനെ ലഗ്താഹെ, കരയാൻ തുടങ്ങി. ബാക്കി ദോനോം ഭീ റോനെ ലഗ്തേ. അത് കണ്ട് ബാക്കി രണ്ടുപേരും കരയാൻ തുടങ്ങി. അതായത് ഒരു കൂട്ടക്കരച്ചിൽ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. പാവം കുട്ടികൾ എന്ത് ചെയ്യാനാണ്? 7ാമത്തെ സീനിലേക്ക് നമ്മൾ കടക്കുകയാണ്. കസ്ബേക്ക് സടക്ക്. ആ വഴിയരികെ ദേർ ശാംക സമയം കുറെ വൈകിയിരിക്കുന്നു. ഭീഡ് ജമാഹെ. ഒരാൾക്കൂട്ടം അവിടെ കൂടിയിരിക്കുന്നു. 3 കുട്ടികൾ അവിടെ കരയുകയല്ലേ, അതിന്റെ ചുറ്റും കൂടിയിരിക്കുന്നു. ബച്ചേർ ഓ രഹേ. കുട്ടികൾ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. കസ്ബേക്കെ ലോഗ് ഉനേൻ ചുപ് കരാ രഹേ. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എല്ലാവരും അവരെ ഒന്ന് ചുപ് കരാ രഹേ, സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നു. മിണ്ടാതിരിക്കാനൊക്കെ പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. കസ്ബേവാല ഏക്, 1ാമത്തെ ഗ്രാമവാസി പറയുക. കഹത്തെ ഹെ മനോഹർ ചാച്ചാ സെ മിൽനെ ആയേ ഹേ കീരത്പൂർ സെ. പറയുന്നുണ്ട് ഇവര് മനോഹർ ചാച്ചായെ കാണാനാണ് വന്നിരിക്കുന്നതെന്ന്. എവിടെ നിന്നാ? അപ്പുറത്തുള്ള ഗ്രാമമായ കീരത്പൂരിൽ നിന്നാണ് ഇവർ വന്നിരിക്കുന്നത്. കസ്ബേവാല ദോ, 2ാമൻ പറഞ്ഞു. അബ് ചുപ് ഹോ ജാവോ. ശരി, ഇപ്പൊ നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, നിങ്ങൾ കരച്ചിലൊന്ന് നിർത്തൂ. ഡരോ മത്, പേടിക്കേണ്ട. ക്യാ നാം ഹേ തുമാരാ, എന്താ നിങ്ങളുടെ പേര്? ലല്ലു പറഞ്ഞു. ലല്ലു ആണ് ആദ്യം പറയുന്നത്. ലല്ലു. ചുന്നി രോത്തെ ഹുവേ. മുജെ ഘർ ജാനാ ഹേ, എനിക്ക് വീട്ടിൽ പോണം. മനോഹർ ചാച്ച ആ ജാത്താ ഹേ. ഈ സമയത്ത് മനോഹരൻ അങ്കിൾ വരുന്നു. ഗോപുക്കോ ഉഠാ ലേത്തെ ഹേ. അദ്ദേഹത്തിന് അറിയാവുന്ന കുട്ടി ഗോപുവാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഗോപുക്കോ ഉഠാ ലേത്തെ ഹേ. ഗോപുവിനെ വന്ന് എടുക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്ന മനോഹർ. അരെ ഗോപു, തും അകേലെ കൈസേ ആകെ. നീ അകേലെ, തനിച്ച്, കൈസേ ആകെ, എങ്ങനെ വന്നു? ഗോപു TV ദേഖനാ ഥ. TV കാണണമായിരുന്നു. ഹം തീനോങ്കോ, ഞങ്ങൾ 3 പേർക്കും. കസ്ബേ വാലെ ഏക് ദൂസരേ കാ മുഹ് ദേഖ്തേ ഹേ. ഗ്രാമവാസികൾ പരസ്പരം നോക്കുന്നു. മനോഹർ ബച്ചോങ്കോ ലേ ജാത്താ ഹേ. കുട്ടികളെയും കൊണ്ട് മനോഹര പോകുന്നു. അവസാനത്തെ സീനിലേക്കാണ് നമ്മൾ പോകുന്നത്. സീൻ 8. മനോഹർ ചാച്ച കാ ഘർ രാത്രി കാ സമയം. മനോഹർ ചാച്ചയുടെ വീട് രാത്രി സമയം. ബാബാനെ ഗോപു കോ ഗോദുമേ ബിഠായാ ഹേ. മുത്തശ്ശൻ, അവിടെയുള്ള മുത്തശ്ശൻ എന്ത് ചെയ്തിരിക്കുന്നു? ഗോപുവിനെ ഗോദുമേ ബിഠായാ ഹേ. ഗോപുവാണ് അവിടുത്തെ ആള്, അതുകൊണ്ട് അവനെ എടുത്ത് മടിയിൽ വെച്ചിരിക്കുന്നു, ഗോദിൽ ഇരുത്തിയിരിക്കുന്നു, മടിയിൽ ഇരുത്തിയിരിക്കുന്നു. ചുന്നി ഓർ ലല്ലു ഭി ബൈഠേ ഹേ. ചുന്നുവും ലല്ലുവും അവിടെ ഇരിപ്പുമുണ്ട്. ബാബ മനോഹരനോട് പറയുകയാണ്, മനോഹർക്കോ ഗോപു ഷൈത്താൻ ഹേ. ഗോപു ഒരു ഷൈത്താനാണ്, വികൃതിയാണ്. യഹ് സബ്കോ പതാ ഹേ. ഇത് എല്ലാവർക്കും അറിയാൻ ചെയ്യാം. ഇത്തന ഷൈത്താൻ, ഇത്ര മാത്രം വികൃതി.
ഹംനെ സോച്ചാ നഹീ ഥാ, ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല. മനോഹർ. ഓർ പൂരാ രാസ്ത യാദ് ഥാ ഇസേ, അവന് പൂരാ രാസ്ത, വഴി മുഴുവനും ഓർമ്മയുണ്ടായിരുന്നല്ലോ. ചലോ ഭായ് അപ്പൊ ടി വി ചലായ ജായേ, എടാ ടി വി നമുക്കിപ്പോ ഒന്ന് വെച്ചേക്കാം, കുട്ടികൾ അതിന് വന്നതല്ലേ. ഇത്തനീ ദൂർസേ ആയേ ഹേ തീൻ ദീവാനെ, ഇത്രമാത്രം അകലെ നിന്ന് വന്നതല്ല ഈ 3 ഭ്രാന്തന്മാരും എന്ന് പറയാൻ എന്താ, ഇത് കാണാനായിട്ട്, ടി വി കാണാനായിട്ട് ഇവരെ ഓടി വന്നതല്ലേ. മനോഹർ ടി വി ചലാത്താ ഹേ, മനോഹരൻ ടി വി വയ്ക്കുന്നു. ഗോപു ലല്ലു ഓർ ചുന്നി സീധേ ഹോക്കർ ബൈഠ് ജാത്തേ ഹേ, ഗോപുവും ലല്ലുവും ചുന്നിയും സീധേ ഹോക്കർ അറ്റൻഷനായിട്ട് ശ്രദ്ധയോടെ ബൈഠ് ജാത്തേ ഹേ ഇരിക്കുന്നു. ടി വി സേ ആവാസ് ആത്തി ഹേ, ടി വിയിൽ നിന്ന് സ്വരം വരുന്നു. ആവാസ് ആത്തി ഹേ. തസ്വീർ ദിഖ്ന അഭി ബാക്കി ഹേ, പഴയകാലത്തെ ടി വിയുടെ പ്രത്യേകതയാണ്. എന്താണ്? ആദ്യം എന്തേ വരൂ? സ്വരമേ വരൂ, അതിനുശേഷമേ ചിത്രം തെളിയുകയുള്ളൂ. അപ്പൊ അവർക്ക് സ്വരം കേൾക്കാൻ പറ്റി, ഇനി എന്തുകൂടി വന്നാൽ മതി? ചിത്രം കൂടി തെളിഞ്ഞാൽ മതി. ടി വിക്ക് ആവാസ്, ടി വിയിൽ നിന്നുള്ള ഒരു സ്വരം ഇങ്ങനെയാണ് വരുന്നത്. ഓർ മദ്രാസ് കാ അധികതം താപമാൻ രഹാ 34 ഡിഗ്രി, ഗോപു കി ആംഖേം ഫൈൽ രഹി ഹേ. എന്താണ്? വെതറാണ് പറയുന്നത്, കാലാവസ്ഥ. മദ്രാസിലെ ഇന്നത്തെ ഉയർന്ന താപനില 34 ഡിഗ്രിയാണ്. ഗോപു കി ആംഖേം ഫൈൽ രഹി ഹേ, അത് കേട്ടതും ഗോപുവിന്റെ കണ്ണുകൾ ഫൈൽ രഹി ഹേ, വിടരാൻ തുടങ്ങി. ആകാംക്ഷ കൊണ്ട്. ടി വി കെ ഷീഷെ പർ ഹൽക്കി ഹൽക്കി റോഷ്നി ഭി ഫൈൽ രഹി ഹേ, ടി വിയുടെ ഷീഷയിൽ, ഫ്രണ്ടിലുള്ള ഗ്ലാസ്സിലെ ഷീഷ, ആ ഗ്ലാസ്സിലെ ഹൽക്കി ഹൽക്കി റോഷ്നി, ചെറിയ ചെറിയ റോഷ്നി പ്രകാശം, ഫൈൽ രഹി ഹേ, വ്യാപിക്കാൻ തുടങ്ങി. തസ്വീരേം കിസി ഭി പൽ ദിഖ് ജായേംഗി, അവർ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക. തസ്വീരേം ചിത്രങ്ങൾ, കിസി ഭി പൽ, ഏത് നിമിഷം വേണമെങ്കിലും ദിഖ് ജായേംഗി, കാണാൻ സാധിക്കും. ഓർ തഭി ബിജലി ചലി ജാത്തി ഹേ, അപ്പോൾ എന്ത് സംഭവിച്ചു? ബിജലി ചലി ജാത്തി ഹേ, ബിജലി ഇലക്ട്രിസിറ്റി, കറണ്ട് പോയി. ചലി ജാത്തി ഹേ, കറണ്ട് പോയി. തും അന്ധേരെ ഹോ ജാത്താ ഹേ, കൂറ്റാക്കൂറ്റിരുട്ട്. ഇത്രയും ദൂരം നടന്നു വന്ന്, ഇത്രയും വിഷമിച്ച് കരഞ്ഞ് ഇവിടെ എത്തിയിട്ട് ഇതാണ് സംഭവിച്ചത്. പെട്ടെന്ന് ഗോപു, ചുന്നി ഓർ ലല്ലു, അവർ 3 പേരും ഒരുമിച്ച് ഏക്സാത്ത് അന്ധേരമേ, ഒരുമിച്ച് ഈ അന്ധകാരത്തിൽ, ഹേ ഭഗവാൻ, എൻ്റെ ഈശ്വര. ഇങ്ങനെ ഈ തിരക്കഥ ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ആകാംക്ഷയോടെ എത്തിയിട്ടും ടി വി കാണാൻ കഴിയാതെ പോയ 3 കുട്ടികളുടെ കഥ വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ച വരുൺ ഗ്രോവറിന്റെ തിരക്കഥ. നിങ്ങൾക്ക് ഇത് ആസ്വദിക്കാനായി എന്ന് ഞാൻ കരുതുന്നു. നന്നായിട്ട് പല പ്രാവശ്യം വായിച്ചു പഠിക്കുക, കേട്ടു പഠിക്കുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, കേരള ഹിന്ദി അക്കാദമി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഈ പാഠവുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ നല്ല ഒരു പഠന ദിവസങ്ങൾ ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ രാജേഷ്.